സംസ്ഥാനത്തിന് സ്വതന്ത്ര കായിക മന്ത്രി ഉണ്ടായത് അടുത്ത കാലത്താണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് അബ്ദുറഹ്മാന് കായിക മന്ത്രി പദവി നൽകിക്കൊണ്ട് ആ വകുപ്പ് മാത്രം കൈകാര്യം ചെയ്യാൻ ഒരു മന്ത്രി. അങ്ങനെ ഉണ്ടായപ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ദേശീയ ഗെയിംസിൽ നമ്മൾ കേരളം 14ാം സ്ഥാനത്തേക്കാണ് തള്ളപ്പെട്ടത്. കാരണം ഒരു സൗകര്യങ്ങളും കായിക താരങ്ങൾക്ക് പരിശീലനത്തിനോ അവർക്ക് പോകാനോ ഒന്നും തന്നെ നൽകിയില്ല എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരോപിക്കുന്നത് രാജാവ് നഗ്നനാണെന്നാണ്. രാജാവ് നഗ്നനാണെന്ന് പറയാൻ ആരെങ്കിലും ഒരാൾ തയ്യാറായാലേ കാര്യമുള്ളൂ. കാരണം കഴിഞ്ഞ 4 കൊല്ലത്തിനിടയിൽ ഒരു കാര്യവും ഈ മന്ത്രി നടത്തിയിട്ടില്ല. അബ്ദുറഹ്മാൻ ഒരു തികഞ്ഞ പരാജയമാണ്, ഒരു വട്ടപൂജ്യമാണ് എന്നാണ് ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പറയുന്നത്. അപ്പോൾ അങ്ങാടി പിള്ളേരെ പോലെ സംസാരിക്കുന്നു ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് എന്നാണ് മന്ത്രി പ്രതികരിച്ചത്. പക്ഷേ ഈ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പറയുന്നതിൽ ചില ന്യായങ്ങളുണ്ട്. 1 രൂപ പോലും ഈ കായിക രംഗത്ത് ചിലവിടാതെ കായിക താരങ്ങൾക്ക് ഒരു പ്രോത്സാഹനവും നൽകാതെ ഒരു മന്ത്രി ഉണ്ടായിട്ട് എന്ത് കാര്യം? കോവിഡ് കാലത്ത് രാജ്യത്ത് ആകമാനം കായിക രംഗത്ത് തിരിച്ചടികളുണ്ടായി. അത് കഴിഞ്ഞ് മറ്റു സംസ്ഥാനങ്ങളെല്ലാം കായിക രംഗത്തേക്ക് കൂടുതൽ ശ്രദ്ധയുലർത്തുകയും സർക്കാരുകൾ കായിക മേഖലയെ കായിക താരങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും സഹായം ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലത്ത് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് കായിക രംഗം പിന്നോട്ട് അടിക്കുന്നത് മന്ത്രിയുടെ പിടിപ്പുകേട് കൊണ്ടാണ്. അത് പറയാൻ തയ്യാറാകണം, അത് തിരുത്താൻ മന്ത്രി തയ്യാറാകണം എന്നാണ് ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പറയുന്നത്. പക്ഷെ മന്ത്രിയോടൊപ്പം ഉറച്ചു നിൽക്കുകയാണ് സ്പോർട്സ് കൗൺസിൽ. അത് ഏത് കാലത്തും അങ്ങനെയാണ്. കാരണം സ്പോർട്സ് കൗൺസിൽ ഈ മന്ത്രിയുടെ നിഴൽ പറ്റി നിൽക്കുന്ന ഒരു സംഘമായി മാറുമ്പോഴാണ് കായിക രംഗം എപ്പോഴും പുറകോട്ട് അടിക്കുന്നത്.